ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഈ നിഫ്റ്റിയിലെ ട്രെൻഡ് മാറിയോ അതോ ബാങ്ക് നിഫ്റ്റി എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അത് പ്യുവർലി ആ കാര്യം വരുന്നത് തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഈ ഒരു സപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ബാക്കിയുള്ള ട്രെൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിൻ്റെ വീഡിയോ ഈ നിങ്ങൾക്ക് ട്രേഡിങ്ങിലൊക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും ഇത് വച്ച് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഈ ലൈൻസൊക്കെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിഫ്റ്റിയിൽ. സോ നിങ്ങളതൊരു കാര്യം ചെയ്യേണ്ടത്, ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങളുടെ വ്യൂവിലേക്ക് നിങ്ങൾക്ക് ആ ലൈൻസ് പറയുന്ന ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ട്രേഡുകളിൽ നിങ്ങൾക്കത് അതിൻ്റേതായ രീതിയിലുള്ള ട്രേഡ്സ് എടുക്കാൻ പറ്റുകയും ചെയ്യും. ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. സോ വെള്ളിയാഴ്ച നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് വളരെയധികം ഒരു ഗ്യാപ് ഡൗണിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നല്ല ഗ്യാപ് ഡൗണിൽ അവൻ അന്ന് വെള്ളിയാഴ്ച പോയിട്ടുണ്ടെങ്കിൽ കൂടി ഏകദേശം 21,658 ആ ലെവലാണ് ഗിഫ്റ്റ് നിഫ്റ്റി അന്ന് ലോ വന്നത്. അവിടെ നിന്ന് നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നിഫ്റ്റി 840 ലെവലിലേക്ക് വരികയും നമ്മുടെ മാർക്കറ്റ് ആ 841 ലെവൽ വരികയും ചെയ്തു. ഇപ്പോൾ ഞാൻ തലേദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21,943 വരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചത്, ഈ ഒരു FAയുടെ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചത്, ആ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ച ലെവലിൽ നിന്നും FA പോയിന്റിൽ നിന്നും ഫെയിൽഡ് ഓപ്ഷൻ സംഭവിക്കാതെ ടാർഗറ്റ് തരാതെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ തിരിച്ച് ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചത്, ഈ 122,170. സോ ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റ് തരാതെ വരുമ്പോൾ അതിന് നെഗേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയുകയും ആ നെഗേറ്റ് ടാർഗറ്റായ 21,943 വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ആ ടാർഗറ്റ് പറഞ്ഞത്. സോ 21,943 താഴെ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും അവിടെ നിന്ന് അവൻ കയറി തിരിച്ച് ഓൾമോസ്റ്റ് ആ FAയുടെ ഹൈ അടുപ്പിച്ച് 22,168 വരെ പോയി തിരിച്ചിറങ്ങി ഓൾമോസ്റ്റ് 123 ക്ലോസ് ചെയ്തു. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു കിഡിലം ഡൗൺവേർഡ് ട്രെൻഡ് വന്നതിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തത്, +73 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തത്. സ്പോട്ട് 151 പോയിൻറ്റ് മുകളിൽ കാണുന്നുണ്ടെങ്കിൽ കൂടി നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്ലസ് എത്രയാണ് 73 പോയിൻറ്റ്. സോ മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു പോസിറ്റീവ്നെസ്സിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഡൗൺവേർഡ് ഇത്രയും ദിവസം വന്ന 22,845 നിന്നും നമ്മുടെ മാർക്കറ്റ് ഇറങ്ങി 21,845 ആ റേഞ്ചിൽ ഏകദേശം 1000 പോയിൻറ്റോളം നമ്മളെ മാർക്കറ്റ് ഇറങ്ങി വിത്തിൻ എ സ്പാൻ ഓഫ് 5 to 6 ഡേയ്സിനകത്ത്. അപ്പോൾ 1000 പോയിൻറ്റ് ഇറങ്ങി തിരിച്ച് ഒരു പോസിറ്റീവ് രീതി നല്ല രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് പോയി ഡെയിലിയും വീക്കിലിയും നമുക്ക് നോക്കണം മാർക്കറ്റ് എങ്ങനെ പൊസിഷൻ ചെയ്തേക്കും നോക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. സോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്കാണ് ഞാൻ പോകുന്നത്. സോ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് നോക്കാം. നിങ്ങൾക്കത് എങ്ങനെ പോകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. സോ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് പകരം നിഫ്റ്റി ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. സിംഗിൾ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കുമല്ലോ നിങ്ങൾക്ക്. അതായത് ഒരു പ്രിൻ്റ് ഒരു പ്രാവശ്യം മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ജിയിലെ 21,993 ഒരു സിംഗിൾ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 22,060 ഒരു സിംഗിൾ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ വരികയും ഏകദേശം 22,121 നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ന്യൂട്രൽ വ്യൂയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ന്യൂട്രൽ വ്യൂയിലാണ് നിൽക്കുന്നത്. 22,170 താഴെ എന്ന ലെവലിൽ നിൽക്കുകയാണ്. ഈ പറഞ്ഞ POC താഴെ നമ്മൾ ക്ലോസ് ചെയ്തേക്ക് കൂടെ ഇറ്റ്സ് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അൾട്രാ നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വ്യൂ മാറിക്കൊണ്ട് നിഫ്റ്റി ഇപ്പോൾ ന്യൂട്രലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഡെയിലിയിൽ 22,192 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 18/4 അതായത് ബുധനാഴ്ചത്തെ POC ബുധനാഴ്ച അല്ല വ്യാഴാഴ്ചത്തെ ഈ വ്യാഴാഴ്ചത്തെ POC നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ POCക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 22,275 അതിന് മുകളിൽ 22,328 അതിന് മുകളിൽ 22,368 അതിന് മുകളിൽ 22,455 വന്ന
455 എന്ന 15/4 അതായത് തിങ്കളാഴ്ചത്തെ 15/4 തിങ്കളാഴ്ചത്തെ മൺഡേയിലെ പി ഒ സിയിലേക്കും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയണത്, 22,192 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ 22,271 70യും അതിന് മുകളിൽ 22,326 അതിന് മുകളിൽ ഈ ഒരു 22,368 അതിന് മുകളിൽ ഈ പി ഒ സി ആയ 20,455 വരാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22,060 ഫസ്റ്റ്, സെക്കൻഡ് സപ്പോർട്ട് 21,993, തേർഡ് സപ്പോർട്ട് ഇന്നലത്തെ പി ഒ സി ആയ 21,907. സോ ഈ 21,907 താഴെ വന്നാൽ മാത്രം ഇനിയൊരു നെഗറ്റീവ് ട്രെൻഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ താഴോട്ടുള്ള ലെവൽ എങ്ങനെയാണ്, നമ്മൾ ഈ 22,170 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 22,060 ഈ ലെവലും, സെക്കൻഡ് 21,993 എന്ന ഈ സിംഗിൾ പ്രിൻറ്റും, അടുത്തത് ഈ പി ഒ സി ആയ 21,907 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റി നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. മാർക്ക് ചെയ്ത് വയ്ക്കുന്ന വേറെ ഒന്നും വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഉപകരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. സോ നമുക്ക് ഈ എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാമല്ലോ, എല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് പുതുതായിട്ട് വയ്ക്കാം. ഈ പി ഒ സി എല്ലാം നമുക്ക് കളയാം. സോ നമ്മൾ ഇന്നലത്തെ പി ഒ സി വന്നിരിക്കണം 21,907 നമ്മളെ പി ഒ സി വന്നിരിക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് വയ്ക്കണം. ഓക്കെ, 21,907 നമ്മളെ പി ഒ സി നിൽക്കണം. ആ പി ഒ സി ലെവൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അതിന് മുകളിൽ അടുത്ത ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 22,060 നമ്മളെ സപ്പോർട്ട് എന്നാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഓക്കെ, അതിന് താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 21,993 അതൊന്ന് മാർക്ക് ചെയ്തിരിക്കണേ, 993. ഓക്കെ, അതിന് മുകളിൽ താഴെ ഈ പി ഒ സി, താഴെ ഈ സപ്പോർട്ട് നമുക്ക് നോക്കണ്ട. ഇനി റെസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 22,192 അത് നമ്മുടെ പി ഒ സി ആണ്. അത് നമ്മൾ മാർക്ക് വെച്ചേക്കുക 192. ഇത് നമ്മുടെ പഴയൊരു പി ഒ സി ആണ്, അതായത് ഈ പി ഒ സി മാർക്ക് ചെയ്യുക. അതിന് മുകളിൽ അടുത്ത 22,271 അത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം, 270. അതിന് മുകളിൽ 327, അതിന് മുകളിലാണെങ്കിൽ 456 മുമ്പേ ഈ 368 നമുക്കൊന്ന് മാർക്ക് ചെയ്യുക. ഈ 368 നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. സോ ഈ ഒരു ലെവലിലേക്ക് നാളെ മാർക്കറ്റ് ചെയ്യണം. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്നലത്തെ കഴിഞ്ഞ ഈ ഫ്രൈഡേയുടെ പി ഒ സി ഫോം ചെയ്തിരിക്കുന്ന താഴെ ആയതുകൊണ്ട് ഇതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ പി ഒ സി വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടുതലാണ്. സോ നമുക്കിനി നിഫ്റ്റിയുടെ തന്നെ വീക്കിലി അനാലിസിലേക്ക് പോകണം. വീക്കിലി അനാലിസിലേക്ക് പോകുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമുക്ക് ആ നിഫ്റ്റിയുടെ വീക്കിലി ഒന്ന് മൂവ്മെൻ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചേർത്താണ് ഈ വീക്കിലി അനാലിസിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം വീക്കിലി ടു വീക്കിലി ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഒരു പൊസിഷണൽ വ്യൂ, നമ്മുടെ ഒരു നിങ്ങളൊരു ഓപ്ഷൻ റൈറ്ററാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഒരു ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് രീതിയിലേക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതാണ്. സോ നിഫ്റ്റിയുടെ ഈ വീക്ക് എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഒരു എന്തുവാണ്, നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ സംഭവിച്ച വീക്കാണ് നിഫ്റ്റി. ഈ വീക്കിൽ വിത്ത് പി ഒ സി ഫോം ചെയ്തിരിക്കുന്നത്, വീക്കിലി പി ഒ സി ഫോം ചെയ്തിരിക്കുന്നത് 22,170 അപ്പം 22,170 നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 22,170 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഫസ്റ്റ് ടാർഗറ്റായ 22,274 അതിന് മുകളിൽ സെക്കൻഡ് ടാർഗറ്റായ 340 അതിന് മുകളിൽ തേർഡ് ടാർഗറ്റായ 447 വരാം. അതിന് മുകളിലാണെങ്കിൽ കഴിഞ്ഞ ഈ തിങ്കളാഴ്ചത്തെ FA പോയിൻ്റായ 517 ടാർഗറ്റ് ഉണ്ട്. സോ 22,170 താഴെ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 113 എന്നൊരു പഴയ ഡേയുടെ പി ഒ സിയും, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഏരിയ 22,035 എന്ന് പറഞ്ഞാൽ ഈ ഒരു HBN സോണും, അതിന് താഴെ 21,989 ഈ വീക്കിലി വിവാപ്പും, അതിന് താഴെ 21,877 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലും സപ്പോർട്ട് എടുക്കും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്ക്, കഴിഞ്ഞ ആഴ്ച ന്യൂട്രൽ എക്സ്ട്രീം ആയിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു. അപ്പം ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് ഇനി താഴോട്ടുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം 21,989 എന്ന വീക്കിലി വിവാപ്പ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം അതിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും തിരിച്ച് റിവേഴ്സലുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. സോ നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയായിരിക്കണം നമുക്ക് നോക്കണം. ബാങ്ക് നിഫ്റ്റി നമുക്ക് എന്ത് തരും ഒന്ന് നോക്കട്ടെ. ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമുക്കൊന്ന് നോക്കാം. സോ നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ തന്നെ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്പായിരുന്നു.
വിത്ത് POC ഫോം ചെയ്തിരിക്കുന്ന 47,000-നും VWAP 47,167-മാണ്. സോ POC VWAPും താഴെ ഉള്ളിടത്തോളം കാലം ഈ ട്രെൻഡ് ഒരു ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ആയതുകൊണ്ട് അവ ഏകദേശം ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റിൻ്റെ ഭാഗം വരെ വരികയും 47,720 ഈ POCക്ക് താഴെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഈ 47,720 മുകളിൽ അവൻ നിൽക്കുന്നിടത്തോളം കാലം അവൻ ട്രെൻഡ് മുകളിലോട്ട് പോകുവാനും അവനെ സംബന്ധിച്ച് 47,862 സെക്കൻഡ് 47,956 അതിന് മുകളിൽ ഈ POC ആയ 48,188 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ POC മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ വീണ്ടും ഈ 48,360 ഈ POCയും അതിന് മുകളിൽ ഈ ഒരു ഗ്യാപ്പ് സോണായ 48,560 എന്ന ലെവലിലേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ ഇന്നലത്തെ POC ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന 47,620 റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് എന്ന രീതിയിൽ 47,405 സെക്കൻഡ് 47,299 തേർഡ് നമ്മുടെ ഈ സിംഗിൾ പ്രിൻ്റായ 47,130 അതിന് താഴെ ഈ POC ലെവലായ 47,000 വളരെയധികം സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ HDFC ബാങ്ക്, കാരണം നമ്മുടെ HDFC ബാങ്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം HDFC ബാങ്ക് നല്ല രീതിക്കാണ് ക്ലോസ് ചെയ്തത്. കാരണം HDFC ബാങ്കിൻ്റെ ഒരു POC ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. HDFC ബാങ്ക് കഴിഞ്ഞ ആഴ്ച ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും വന്നതുപോലെ മൾട്ടിപ്പിൾ സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. 1509, 1515-ലും 1528-ലൊക്കെ സിംഗിൾ പ്രിൻ്റ് വന്നിട്ട് അത് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ റിസൾട്ട് പ്രകാരം ഒരു ഫ്ലാറ്റ് റിസൾട്ടാണ്. വളരെയധികം നെഗറ്റീവും എനിക്ക് പറയാൻ പറ്റുന്നില്ല, പോസിറ്റീവും പറയാൻ പറ്റുന്നില്ല. പോസിറ്റീവ് ഇല്ലെങ്കിൽ കൂടി അത് നെഗറ്റീവായി ഒന്നുകൊണ്ട് കാര്യങ്ങൾ അത് ബാധിച്ചിട്ടുണ്ട്. പ്രൊവിഷനൊക്കെ 10,000 കോടിക്ക് മുകളിൽ കൊടുത്തതൊക്കെ അതൊരു നെഗറ്റീവായിട്ട് രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ HDFC ബാങ്കിനെ സംബന്ധിച്ച് അവൻ ഈ ഒരു 15,520 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം, ഞാൻ ഈ പറഞ്ഞത് സ്പോട്ട് മാർക്കറ്റാണ്, ഇക്വിറ്റിയിലാണ് പറയുന്നത്, അത് ഫ്യൂച്ചറിൻ്റെ അല്ല. സോ ഫ്യൂച്ചറല്ല, ഇത് സ്പോട്ടാണ്. 1520 എന്ന് പറഞ്ഞാൽ ഈ POCക്ക് മുകളിൽ നിൽക്കുന്നത് കാരണം അവൻ ഏതുവരെ പോകുമെന്ന് പറഞ്ഞാൽ 1545 എന്ന് പറഞ്ഞ ഈ POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് HDFC ബാങ്കിന് കൂടുതലാണ്. ഈ 1540 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ 1560 പോകാനും അത് മുഖേന HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും കൂടുതലായതുകൊണ്ട് HDFC കൂടുന്നത് കാരണം ബാങ്ക് നിഫ്റ്റിയും കയറുവാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി HDFC ബാങ്ക് ഇറങ്ങുവാണെങ്കിൽ അത് നിഫ്റ്റിയെ ബാധിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ ജാനുവരിക്ക് വന്ന ഇലക്ഷൻ സമയത്ത് HDFC ബാങ്ക് റിസൾട്ട് സമയത്ത് അത് അടിച്ചിറങ്ങി നല്ല ലോസ് പോകുന്ന സമയം ഉണ്ടായിരുന്നു. കാരണം 48,000 ബാങ്ക് നിഫ്റ്റി 1,600 പോയിന്റോളം ആ ദിവസം ഇറങ്ങിയിട്ടുണ്ട്, പിറ്റേ ദിവസം വന്ന ദിവസം. സോ ഇനി താഴെ നോക്കേണ്ടത് ഈ POC 1504 എന്ന് പറഞ്ഞ ഈ POCക്ക് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ HDFC ബാങ്കിനെ സംബന്ധിച്ച് വീണ്ടും 1482 എന്ന് പറഞ്ഞാൽ 82 എന്ന് പറഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് സോൺ എടുക്കാനുള്ള ചാൻസും കൂടുതലാണ്. സോ നാളെ HDFC ബാങ്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റും വരുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ വീഡിയോ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിനും ബാക്കിയുള്ള മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അതിന് വ്യക്തമായ മറുപടി തരുന്നതാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ബാക്ക് ടു ബാക്ക് 2 ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് അവനെ സംബന്ധിച്ച് ഇതൊരു കണ്ടിന്യൂഷൻ തരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയിരുന്നു ഈ വീക്കിൽ. ന്യൂട്രൽ സ്ട്രീം ഡൗൺ അല്ല, ട്രെൻഡ് ഡൗൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു 47,000 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവനും വീക്കിലി ബേസ് നോക്കുകയാണെങ്കിൽ 22,170 നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,000 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ കൂടുതൽ ലെവലിലേക്ക് പോകാനും നമ്മളെ ഈ ട്രെൻഡ് ന്യൂട്രലിൽ നിന്ന് ബുള്ളിഷിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. സോ നമ്മൾ വരാൻ പോകുന്നത് ഈ മാസത്തെ എക്സ്പയറി വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പയറി കൺസിലുള്ള മൂവ്മെൻറ്റുകൾ കാണുന്നുണ്ട്. നിങ്ങൾ ആ രീതിക്കുള്ള പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.